السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ മാസത്തെ നമ്മൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അള്ളാഹു സ്വീകരിച്ച് അതിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും അള്ളാഹുവെ ഞങ്ങളെ സകലമാന മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ. നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗദാ ശരീഫിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗദാ ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ തമ്പുരാനെ. ഈ മാസത്തിൽ അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലാനിരിക്കുന്ന സ്വലാത്തുകൾ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹ് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലും അതിൽ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിലുമാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലും അതിലെ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിലുമാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹ് ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില് നമ്മൾ പറയുന്ന എണ്ണത്തില് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകുന്ന നേട്ടങ്ങൾ, അനുഗ്രഹങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ സയ്യിദിയം മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ റബീഉൽ അവ്വൽ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത് ഒരു മഹത്താക്കപ്പെട്ട സ്വലാത്താണ്. ഈ സ്വലാത്ത് മഹാന്മാർ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെ സാമ്പത്തിക നെരുക്കം പടച്ച റബ്ബ് മാറ്റി നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഈ സ്വലാത്തെങ്ങാനും നിങ്ങൾ പതിവാക്കിയാൽ, ദായിമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സകലമാന സാമ്പത്തിക നെരുക്കങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകള് സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകുമെന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ സ്വലാത്ത്? ആ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കൈമാറുന്നത്. അല്ലാഹുവേ ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ഈ റബീഉൽ അവ്വൽ മാസം. നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു
വന്നിട്ടേ ഉള്ളൂ. റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക്, മുത്തിന്റെ മാസം നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടുള്ളൂ. ഈ മാസത്തിൽ ധാരാളം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ആ പച്ച കുബ്ബയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമ്മൾ ഇങ്ങനെ സ്വലാത്തുകൾ ഇങ്ങനെ സ്വലാത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലണം. നമ്മൾ അവിടത്തിലേക്ക് അതിയാക്കണം, അവിടത്തിലേക്ക് പറഞ്ഞയക്കണം. ധാരാളം സ്വലാത്തുകൾ അവിടത്തേക്ക് ചൊല്ലി തീർക്കേണ്ടതുണ്ട് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, പുണ്യമാക്കപ്പെട്ട മാസത്തിൽ, ആ പവിത്രമാക്കപ്പെട്ട മാസത്തിലും പുണ്യമാക്കപ്പെട്ട മാസത്തിലും പവിത്രമാക്കപ്പെട്ട ദിനത്തിലുമാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകൾ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, നിങ്ങളെ കടങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഇൻഷാ എല്ലാത്തിനും ഒരു മാർഗമാണ് സ്വലാത്തുകൾ ചൊല്ലൽ. നിങ്ങളെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ, ടെൻഷനുകൾ മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, ബലാകൾ നീങ്ങാൻ ഏറ്റവും വലിയ എളുപ്പ മാർഗമാണ് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല വിഷമിതനായി ദുഃഖിതനായിരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പ്രയാസമായിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രയാസമാണുള്ളതെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹബീബായ തങ്ങളെ, ഞാൻ വലിയ ദുഃഖിതനാണ്, ഞാൻ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയതായ ഇടങ്ങേറിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങൾക്ക് ഈ പ്രയാസം മാറണോ? ഈ സാമ്പത്തിക ഞെരുക്കം നീരണോ? നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചോ ഉബയ്യേ, ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചോ ഉബയ്യേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ തങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഉബയ്യ് ഇബ്നു കഅബേ, നീ ധാരാളം സ്വലാത്തുകൾ ചൊല്ല്, നിന്റെ വിഷമങ്ങൾ പടച്ച റബ്ബ് മാറ്റി നൽകും. അതാണ് നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ ടെൻഷനായിരിക്കുമ്പോൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ടോ? വീട്ടിലെ ബുദ്ധിമുട്ടുകള്, കുടുംബത്തിലെ പ്രയാസങ്ങള്, നാട്ടിലെ പ്രയാസങ്ങള്, എല്ലാ പ്രയാസമായി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാം. നിങ്ങൾക്കറിയുന്ന ധാരാളം സ്വലാത്തുകൾ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾക്ക് ദായിമാക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ധരിപ്പിക്കുക, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്ന ഒരു അപൂർവമായ ഒരു സ്വലാത്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്വലാത്താണ്. ആരെങ്കിലും ആ സ്വലാത്ത് പതിവാക്കിയാൽ എന്നാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്? എന്നാണ്? മാസത്തിലാണ്? പുണ്യമാക്കപ്പെട്ട മാസം
മാസത്തിലാണ്, വിശുദ്ധമാക്കപ്പെട്ട മാസത്തിലും പുണ്യമാക്കപ്പെട്ട ദിനത്തിലുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആ പവിത്രമായ ആ സ്വലാത്തിനെ ഞാൻ കൈമാറുന്നത്. നിങ്ങൾ ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചൊല്ലി നോക്ക്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ റിസൾട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സാമ്പത്തിക ഞെരുക്കം അല്ലാഹു മാറ്റി നൽകും. അതിന്റെ തുറവിടം, അതിന്റെ ത്വരീഖ് അല്ലാഹു തുറന്നിട്ട് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല ചൊല്ലുന്നത്, നമ്മൾ മാത്രമാണോ സ്വലാത്ത് ചൊല്ലുന്നത്? അല്ല എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളും മാത്രമല്ല, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മൾ ഉണർത്തുകയാണ്, ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു. അതുകൊണ്ട് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അതുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മൾ ഉണർത്തുകയാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ മടിക്കല്ലേ. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ദായിമാക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണേ. നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണേ. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ചൊല്ലാൻ മറന്നു പോകല്ലേ. നിങ്ങൾ ദായിമാക്കുന്ന സ്വലാത്തുകൾ നിങ്ങൾ കൊണ്ടുവരണേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. അതുകൊണ്ട് ഇതും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ പരാജിതനാവൂല, അത് വെറുതെ ആവൂല. ഈ മാസത്തിൽ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങളും ചൊല്ലണേ. നമ്മോടും ചൊല്ലാനാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തിയത്. ഈ പുണ്യമാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം ഇരട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ദായിമാക്കുക സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് ചൊല്ലി നമ്മളെ മനസ്സിനും നമ്മളെ നാവിനും ഒരു ആനന്ദം പുലരണം, ഒരു ആനന്ദം ഉണ്ടാക്കണം, ഒരു ആവേശം ഉണ്ടാക്കണം. ഹബീബായ തങ്ങളെ മാസം വരുമ്പോൾ നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലി നമ്മളെ മനസ്സിനും നമ്മളെ നാവിനും ഒരു ആനന്ദം പകർന്നെടുക്കണം. സ്വലാത്തുകൾ കൊണ്ട് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അമലിലേക്ക്, എന്താണ് ആ സ്വലാത്ത്, എന്താണ് ആ പവർഫുൾ ആയിട്ടുള്ള നമ്മളെ കടങ്ങൾ നീരാൻ, നിങ്ങളെ പ്രയാസങ്ങൾ മാറ്റി നൽകാൻ, ഇൻഷാ അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി റാഹത്തുണ്ടാകാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക്. ഈ സ്വലാത്തിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്ക്. എന്താണ് ആ സ്വലാത്ത്, എന്താണ് ആ പവർഫുൾ ആയിട്ടുള്ള സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് വിളിച്ചു ചോദിക്കുന്നുണ്ട്, തങ്ങളെ അബൂദാബിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഖൈറായ യാത്രകളെല്ലാം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ചോദിക്കുന്നത് ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക എന്നുള്ളതാണ്. അബൂദാബിയിൽ നിന്ന് റാഹത്തായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. യാത്രക്ക് അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു.
ഇൻഷാ അല്ലാഹ് ഇനി 21-ാം തീയതി ശനിയാഴ്ചയാണ് വീട്ടിലുണ്ടാകുക. 21-ാം തീയതി ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത്. 21-ാം തീയതി ശനിയാഴ്ച. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-ഒക്കെയാണ്. ഇതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ. ഇനി 21-ാം തീയതി ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരിക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും, തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, ലീവെടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ കൺസൾട്ടിങ്ങിനായി ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരുന്നവർ, അവർക്ക് ധാരാളം പ്രയാസങ്ങളും പരിവട്ടണങ്ങളും ദുഃഖങ്ങളും ഇടങ്ങേറുകളുമാണ്, സങ്കട കണ്ണീരുകളാണ് ഇവിടെ വന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും അല്ലാ അവർക്ക് നീ മാറ്റി സലാമത്ത് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്തായ ധാരാളം ആളുകൾ, ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു ഫളായിലല്ല, എൻ്റെ ഒരു മഹത്വമല്ല, ഇത് ഈ മജ്ലിസിന്റെ ഒരു ഹക്ക് ജാവ് ബർക്കത്താണ്. ഈ മജ്ലിസിന്റെ ഒരു ബർക്കത്താണ്, മജ്ലിസിന്റെ ഒരു അനുഗ്രഹമാണ്, ഈ മജ്ലിസിന്റെ ഒരു ഫളായിലാണ്, ഒരു അനുഗ്രഹമാണ് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താകാനുള്ള കാരണം. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവ് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ ഞങ്ങളൊക്കെ വല്ലിപ്പയായ ബാഹസൻ ജബലുൽ ഉപ്പാപ്പയുടെ ഒരു നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസുകൾ ഇവിടെ നടന്നു നീങ്ങുന്നത്. ഓരോരോ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഓരോരോ അമൽ പറയുന്നതും അവിടുത്തെ പോയി സമ്മതം ചോദിച്ചിട്ടാണ്, മക്കാമിൽ പോയിട്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ അമലുകൾ ഈ മജ്ലിസിൽ പറയുന്നത്. അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയം മജ്ലിസിലുള്ള നമ്മുടെ കുടുംബം, ഈ സയ്യിദിയം കുടുംബം ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് ഒരു 11 ഫാത്തിഹ, നിങ്ങൾക്ക് എന്തു പ്രയാസമുണ്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടോ ഒരു കാവലേകാൻ, അവിടുത്തെ കാവൽ നിങ്ങൾക്ക് കിട്ടാൻ ഒരു 11 ഫാത്തിഹ നിങ്ങൾ എന്നും ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് നിങ്ങൾ ഓതണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ അനുഗ്രഹങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളെ തേടിയെത്തും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഉപ്പാപ്പയുടെ കാവൽ നൽകണേ അല്ലാ. ജബലുൽ ഉപ്പാപ്പയുടെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ മഹാന്റെ കാവലിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് ആ സ്വലാത്ത്? ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില് ഞങ്ങൾ ദായിമാക്കേണ്ട, ഞങ്ങളെ കടങ്ങൾ വീടാനുള്ള മാർഗം എളുപ്പമാകാൻ, ഞങ്ങളെ പ്രയാസങ്ങൾ മാറാൻ, ഞങ്ങളെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെല്ലായ്മകളും പോരായ്മകളും പരിഹരിക്കപ്പെടാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എത്ര തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്? 111 തവണ. എന്നും നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു 111 തവണ ദിവസവും നിങ്ങൾ ചൊല്ലുക. ദിവസവും നിങ്ങൾ ദിവസേന 111 തവണ ചൊല്ലുക. ഈ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയാണ് ഇൻഷാ അല്ലാഹ്. ഈ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ദിവസത്തിൽ തന്നെ നിങ്ങൾ തുടക്കം കുറിക്കുക. ഈ സ്വലാത്ത് 111 തവണ, മറന്നു പോകണ്ട. 111 തവണ ഈ സ്ക്രീനിൽ കാണിച്ച ഈ സ്വലാത്ത്, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ദായിമാക്കുക. നിങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. നിങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. പിന്നെ ഒരാളുടെ മുന്നിൽ പോയി നിങ്ങൾ കൈ നീട്ടേണ്ട അവസ്ഥ വരൂല. അല്ലാഹു അതിനുള്ള മാർഗം അല്ലാഹു തുറന്നിട്ട് തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവന്റെ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. അവനക്ക് സമ്പത്തുണ്ടാകും, വലിയ സമ്പത്ത് അവനിലേക്ക് വന്നു ചേരും. ഇപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത്, എന്തിനാണ് ഉസ്താദ് നമുക്ക് ഇത്രയും സമ്പത്ത്? ഉള്ളതുപോലെ മതി, ഉള്ളത് മതി. മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കാതെ, ആരുടെ മുന്നിലും കൈ നീട്ടാത്ത അവസ്ഥയിൽ ജീവിച്ച് അല്ലാഹു നമ്മളെ മരിപ്പിക്കണം. കടമില്ലാതെ എല്ലാം റാഹത്തായിട്ട് നമ്മളെ കണ്ണടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകണം. അവിടെയാണ് അപ്പൊ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് സമ്പത്ത് ആവശ്യമല്ലേ? നമ്മളെ മകളെ കല്യാണം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ മകന്റെ കല്യാണം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ വീട് പണി നോക്കുന്ന സമയത്ത് ഒരു വീടെന്ന സ്വപ്നം നമുക്ക് പൂവണിയിക്കാൻ സമ്പത്ത് ആവശ്യമാണ്. നമ്മളെ ജീവിത ചുറ്റുപാടിൽ സമ്പത്ത് ദിനം നമുക്ക് ആവശ്യമാണ്. ഉള്ളത് വലിയ സമ്പത്തൊന്നും വേണ്ട, നമുക്ക് ചെലവഴിക്കാൻ റാഹത്തായ രീതിയിൽ ഹലാലായ മാർഗത്തിൽ നമുക്ക് സമ്പത്ത് ചെലവഴിക്കണോ, അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ആവശ്യവുമാണ് അല്ലേ? ആ സമ്പത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു വിശാലമാക്കി തരും. സമ്പത്തിന്റെ ത്വരീക്ക് വഴി അല്ലാഹു നമുക്ക് തുറന്നിട്ട് തരും. അതാണ് പറഞ്ഞത്. അത് മാത്രം മതി. അല്ലാതെ വലിയ ഹറാമായ മാർഗത്തിൽ നമുക്ക് ഒരിക്കലും സമ്പാദിക്കേണ്ട. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചിട്ട് നമ്മളെ മക്കൾക്ക് ഭക്ഷണം നൽകണം. അതുകൊണ്ട് നമ്മളെ മക്കളെ തീറ്റിപ്പോറ്റണം. അതുകൊണ്ട് നമ്മളെ കുടുംബത്തെ തീറ്റിപ്പോറ്റണം. പോരെ? അത് മതി. അതിനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞ ഈ അമല്. അത് നിങ്ങൾക്ക് നേടിയെടുക്കണോ? അതിനാണ് ഇൻഷാ അല്ലാഹ് ഈ അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സ്വലാത്തിന് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഹബീബായ തങ്ങളെ റൗളാ ഷരീഫിലേക്ക് ഈ സ്വലാത്തിന് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. നമ്മളെ സാമ്പത്തിക ഞെരുക്കം അല്ലാഹു മാറ്റി നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി നൽകും. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. കടങ്ങൾ അല്ലാഹു വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ മഹത്താക്കപ്പെട്ട സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 111 തവണ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ നിങ്ങൾ ചൊല്ലണേ. നിങ്ങൾ ദായിമാക്കണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി സ്വലാത്തൻ തഫ്തഹു ലനാ ബിഹാ അബ്വാബർ റിളാ വത്തയ്സീർ വത്തഅലികു ബിഹാ അബ്വാബശ് ശർരി വസ്സുഹതി വത്തഅസീർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വബിഇജാബതി ജദീറും യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി നോക്കിക്കോ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി സ്വലാത്തൻ തഫ്തഹു ലനാ ബിഹാ അബ്വാബർ റിളാ വത്തയ്സീർ വത്തഅലികു ബിഹാ അബ്വാബശ് ശർരി വസ്സുഖതി വത്തഅസീർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വബിഇജാബതി ജദീറുൻ യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കണ്ട ഈ സ്വലാത്തിനെയാണ് 111 പ്രാവശ്യം 111 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കേണ്ടത്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളെ റൗളാ ഷരീഫിലേക്ക് നമ്മൾ ധാരാളം സ്വലാത്തുകൾ
ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ധാരാളം സ്വലാത്തുകൾ ഹബീബായ തങ്ങളെ റൗളാ ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ പൂവണിക്കണേ അല്ലാഹ്, നീ പൂവണിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞ് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്, പരിപൂർണ രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ പരിപൂർണ ശിഫവർക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. മാരകമായ ട്യൂമർ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഈ സയ്യിദിയം മജ്ലിസിനെ സ്നേഹിക്കുന്ന ഈ സയ്യിദിയം മജ്ലിസിലെ അംഗങ്ങൾ, ഈ സയ്യിദിയം മജ്ലിസിനെ ജോട് ചേർത്ത് വെക്കുന്നവർ അല്ലാഹുവേ നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അവർ ചൊല്ലുന്ന സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളാ ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹ് സ്വലാത്ത് ഒരു പരിഹാരമാക്കണേ അല്ലാഹ്, നീ ഒരു പരിഹാരമാക്കണേ തമ്പുരാനെ. ഈ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ആശിഖ് റസൂലിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ധാരാളം ഇഷ്ടം വെക്കുന്നവരാണ് അല്ലാഹ്, അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവിടെ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ അവിടെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മൗത്താകുന്നതിൻ്റെ മുമ്പ്, ഞങ്ങളെ മരണത്തിൻ്റെ മുന്നേ ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണിക്കണേ അല്ലാഹ്. ആ പൂമേനി ഒന്ന് മനാമിലൊന്ന് കാണിക്കണേ അല്ലാഹ്, നീ കാണിക്കണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം സഹോദരിമാർ, സഹോദരന്മാരുണ്ട് അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരെ സ്വീകരിക്കണേ അല്ലാഹ്, അവരെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ അവർ സ്നേഹിക്കുന്നത് ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചതുകൊണ്ടാണ്, അവിടെ ആശിഖ് റസൂൽ ആയതുകൊണ്ടാണ് അല്ലാഹുവേ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നത്. അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലാഹ് അവർ ഈ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെച്ചത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഖൈറുകൾ അല്ലാഹ് അവർക്ക് നീ നൽകണേ അല്ലാഹ്, ശർറുകളെ
തട്ടി മാറ്റണേ അല്ലോ, നീ തട്ടി മാറ്റണേ അല്ലോ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്ന് കൺസൾട്ടിങ്ങിനായി ഇവിടെ വരുന്ന ആളുകളുണ്ട്. നീറുന്ന പ്രയാസങ്ങൾ, വേവലാദികളെ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ഇവിടമിൽ വരുന്ന ആളുകൾ അല്ലാഹുവേ, അവരെ സകലമാന ഉദ്ദേശങ്ങളും നീ മാറ്റി നൽകണേ അല്ലോ. എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ അല്ലോ, നീ കാണിച്ചു കൊടുക്കണേ അല്ലോ, നീ കാണിച്ചു കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. കത്തിക്കരിയുന്ന ഭീകരമായ നരകമല്ലോ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലോ, നീ ഹറാമാക്കണേ അല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലോ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.